എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മൾ സ്ലെൻഡറിന പാർട്ട് 2 ഇതിൽ അടുത്തത് എന്താണ് കളിക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ആഡംസ് കോർണർ എന്ന് പറഞ്ഞ ആൾ നമുക്ക് പറഞ്ഞത് അടുത്തത് ബേബീനെല്ലോ കളിക്കാൻ പരസ്യമാണ് ഗൈസ്. അടുത്തത് ബേബീനെല്ലോ കളിക്കാനാണ്. ഞാൻ എന്താ ഇത്രയും വൈകി ഇടാന്ന് വെച്ചാൽ ഇതിപ്പോൾ എൻ്റെ 10ാമത്തെ ടേക്ക്, 7ാമത്തെ ടേക്ക് എങ്ങാണ്ടാണ്. അപ്പോൾ പക്ഷേ 7ാമത്തെ ടേക്കായതിൻ്റെ ഒരു ഗുണമുണ്ട്, എനിക്ക് മിക്കതും അറിയാം. കാരണം ഞാൻ ഇത്രയും കളിച്ചു, 10 പ്രാവശ്യം 7 പ്രാവശ്യം കൊണ്ട് കളിച്ചു. അപ്പോൾ ഇത് വീഡിയോ ആണ്. ഇതെങ്കിലും എനിക്കൊന്ന് ഇടാൻ പറ്റിയതായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ചിലതൊക്കെ എടുക്കുമ്പോൾ ഒന്നില്ലെങ്കിൽ നെറ്റും, അല്ലെങ്കിൽ സൗണ്ട് കേൾക്കില്ല, അല്ലെങ്കിൽ ഫാനിൻ്റെ സൗണ്ട് കുറേ കേൾക്കും, അങ്ങനെ. അപ്പോൾ ഇപ്പോൾ ഞാൻ ഫാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ സ്ലെൻഡറിന പാർട്ട് 2 നോക്കിയപ്പോൾ അതിൽ എനിക്ക് ഒട്ടും സൗണ്ട് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എനിക്ക് പറ്റണ മാക്സിമം സൗണ്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഗൈസ്, ഇതിൽ സൗണ്ട് വയ്ക്കാം കേട്ടോ. ഇത് നൈറ്റ് 1 ആണ്. ദ സിറ്റർ, ഇറ്റ്സ് ടൈം ഫോർ ബെഡ്. ദ ചൈൽഡ്, ഇസ് ദാറ്റ് വാട്ട് യു തിങ്ക്? പ്രസ് ഹിയർ ടു സ്റ്റാർട്ട്. നമ്മളവിടെ ഞെക്കിയിട്ടുണ്ട്. ഓക്കെ, നൈറ്റ് 1, ഫീഡ് ദ ബേബി, ഗെറ്റ് ബോട്ടിൽ ഫ്രം ഫ്രിഡ്ജ്. ഓക്കെ, ഞാൻ കുറേ പ്രാവശ്യം കളിച്ചു എന്നതുകൊണ്ട് തന്നെ എനിക്ക് എവിടെയാണ് കാര്യങ്ങളെന്നൊക്കെ അറിയാം. അത് വാഷ്റൂമാണ്, ഇത് മറ്റേ കിച്ചൺ. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഫ്രിഡ്ജ് തുറക്കണം, എന്നിട്ട് ഇവിടെ ബോട്ടിലുണ്ടാവും, അതെടുത്തിട്ട് ഫ്രിഡ്ജ് അടയ്ക്കണം. പിന്നെ ഗൈസ്, ഞാൻ എത്ര ദിവസമായിട്ട് എല്ലാം ഒരേ തന്നെയാണ് നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഇനി ചേഞ്ച് ബേബി, ടേക്ക് ബേബി ടു ചേഞ്ചിങ് ടേബിൾ. അതെവിടെയാണെന്ന് വെച്ചാൽ ബാത്റൂമിലാണ്. ഇവിടെ നമ്മൾ കിടക്കണം. എന്നിട്ട് ഇവിടെ പോയി എടുത്തിട്ട് ബേബി മറ്റേ സ്ഥലത്തായിരിക്കും, എപ്പോഴും ഈ സ്ഥലത്താണ് വേറെ സ്ഥലത്ത്. ഇവിടെ എടുത്ത് ചേഞ്ച് പിക്കപ്പ് ചെയ്ത് പുട്ട് ബേബി ടു ബെഡ്, ടേക്ക് ബേബി ടു ബെഡ്. നമുക്ക് ബെഡ് ഈ റൂമിലാണുള്ളത്. അപ്പം ഈ റൂമിൽ കൊണ്ടിടാം. ഓക്കെ, അടുത്ത എന്താണ്? ഫൈൻഡ് ദ സ്റ്റോറി ബുക്ക് ആൻഡ് സിറ്റ്. ഓക്കെ, ഞങ്ങളിവിടെ ഇരിക്കണം. ഗൈസ്, ഇതിൽ നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ എങ്ങനെയാണ് സ്കെയർ ചെയ്യുന്നത്. എന്നുവെച്ചാൽ ഈ കൊച്ചിന് ദേഷ്യം വരുമ്പോൾ ഇതിങ്ങനെ ഒരു ഗോസ്റ്റ് ഔട്ട്. അത് എപ്പോഴാണെന്ന് വെച്ചാൽ നൈറ്റ് 2 എങ്ങാണ്ട് ഫീഡ് ചെയ്യാൻ മറ്റേ ബ്രെഡ് അങ്ങോട്ട് കൊടുക്കാൻ പറയുമ്പോൾ വൈകുമ്പോൾ അങ്ങനെ സംഭവിക്കുന്നതാണ്. നമുക്കിത് അയച്ചു കൊടുക്കാം. മതി. ഓക്കെ, കഴിഞ്ഞു. ലീവ് ആൻഡ് ക്ലോസ് ദ ഡോർ. ഉറങ്ങി. നമ്മൾ പുറത്തിറങ്ങി വാതിലടയ്ക്കണം. ഇനി അടുത്ത പരിപാടി എന്താ വെച്ചാൽ നമ്മൾ TV കാണണം. ഒരു ടാസ്കിൽ നിന്ന് അങ്ങനെ പറയും കണ്ടോ. വെയിറ്റ് ഫോർ പേരൻസ്, വാച്ച് TV ഓൺ ദ സോഫ. ഇത് ടോയ് ബോക്സ് ആണ് കേട്ടോ. നമുക്ക് ഇവിടെ പോയി സോഫയിൽ നിന്ന് TV ആണ്. ഇപ്പോൾ ആ കൊച്ച് വീണ്ടും കരയും കണ്ടോ. നമ്മൾ പോയി ആ കൊച്ചിനെ സെറ്റിൽ ചെയ്യണം. ഇതെന്താ ശരിക്കും കളിയെന്ന് വെച്ചാൽ ഇവിടെ ഉണ്ടാവില്ല, അതെനിക്ക് ഉറപ്പാണ്, എപ്പോഴും അങ്ങനെയാണ്. എന്താ ശരിക്കും കളിയെന്ന് വെച്ചാൽ നമ്മൾ ആ ഡോറ് പോയി തുറക്കുമ്പോൾ ഉണ്ടാവില്ല. എന്താ കളിയെന്ന് വെച്ചാൽ നമ്മളിത് എസ്കേപ്പ് ചെയ്യണം. എന്ന് വെച്ചാൽ ഇടയ്ക്ക് കണ്ടോ, ഇത് നിലത്ത് ഉണ്ടാവും ഉറപ്പ്, ഞാൻ പറഞ്ഞില്ലേ. എന്താണെന്ന് വെച്ചാൽ ഈ ബേബി ഗോസ്റ്റ് ആവുമ്പോൾ നമ്മൾ ഇവിടുന്ന് എസ്കേപ്പ് ചെയ്യാൻ നോക്കണം. കാരണം ഞാൻ പറഞ്ഞില്ല എവിടെ ഉണ്ടാവുന്നു, അതുകൊണ്ട് ഞാൻ പോയി നോക്കാണ്ട് വിടാം. ഞാൻ പോയി നോക്കിയപ്പോഴേ പുറത്ത് വരുമോ. കറക്റ്റ് ഫ്ലഷ് ചെയ്തായിരുന്നു ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കളിച്ചപ്പോൾ. ശരിയാണ്. ലീവ് ആൻഡ് ക്ലോസ് ദ ഡോർ. വീണ്ടും TV കാണണം.
നമുക്ക് ഇവിടെ ഒരു ഡ്രോയിങ് ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് വീണ്ടും പോയി കാണാം. എന്താണ്ട് സൗണ്ട് ആയിട്ടാണ് വണ്ടിയാണ്. പോയി കാണാം. ഗൈസ് നിങ്ങളുടെ നാട്ടിൽ മഴയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ ഗൈസ് ഇന്നലെ അവധിയായിരുന്നു, പക്ഷെ എനിക്ക് ഇടാൻ പറ്റിയില്ല. ഞാൻ എടുത്തതാണ്, അപ്പോഴത്തേക്കും നെറ്റ് പോയി. പിന്നെ ഗൈസ് നിങ്ങളുടെ നാട്ടിൽ ഇന്ന് മഴ ചെയ്തെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ പരസ്യം വരും. ഗൈസ് ഞാൻ എന്നാൽ നെറ്റ് എന്ന് പറയാൻ കാരണം മറ്റേ നെറ്റ്വർക്കിൻ്റെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം മഴയായതുകൊണ്ട് കിട്ടില്ല. പിന്നത്തെ എന്താ വെച്ചാൽ എന്താണ് ഞാൻ ഈ പരസ്യം വരാണ്ടിരിക്കാൻ ഓഫ് ചെയ്ത് വയ്ക്കും, മൊബൈൽ ഡാറ്റ പോയിട്ട്. Bring on the party feel with the best of deals on Swiggy. Get 50% off plus free delivery on your first order. Use code WELCOME50. ഓക്കെ പരസ്യമായിരുന്നു. ഓക്കെ രണ്ടാമത്തെ രാത്രിയായി. നൈറ്റ് 2. They said, laughing. Look, it's funny. I told you not to do that. ഇതിലോ അതോ അടുത്ത നൈറ്റിലെങ്ങാണ്ടാണ് കൊച്ച് ഗോസ്റ്റ് ആവണം കേട്ടോ. Get bottle from fridge. ഓക്കെ അപ്പം അതടയും. എന്നിട്ട് ഇതെവിടെ പോയി ഇരിക്കാമെന്നറിയാം. ഏതെങ്കിലും ഒരു കബോർഡിൽ പോകുന്നില്ലെങ്കിൽ ഇവിടെ പോകും. സാധാരണ ഇവിടെയാണ് ഇരിക്കാറ്. ഓക്കെ ക്ലോസ്. ഇതിലില്ല, അപ്പം ഇവിടെ ഇരിക്കും. അവിടെ ഇല്ല, അതാണ്ടിരിക്കുന്നു. അയ്യോ എടുത്തില്ല. Give bottle to bed. Doctor's gift locked, free for more slots. Okay. Take baby to changing table. ഇപ്പം എങ്ങാണ്ടാണ് ദേഷ്യപ്പെടുന്നില്ല. ഇങ്ങനെയൊക്കെ ആയിട്ട് അത് ഇവിടെ പറന്നെത്തും. നൈസാണ് ഇരിക്കുമ്പോൾ. അല്ല ഇതായിരുന്നല്ലേ പറക്കുന്നത്. അപ്പം അത് അടുത്ത രാത്രിയാണ്. ഇത് വന്നിട്ട് ഇങ്ങനെ പോയി മേളത്തെ എമർജൻസി ബട്ടണിൽ പോയി തല തട്ടിയിട്ട് അത് തിരിച്ചു വരും. തല തട്ടിയിട്ട് അത് അങ്ങനെ സ്റ്റക്കായി നിൽക്കും അവിടെ. തല തട്ടിയിട്ട് അത് സ്റ്റക്കായി നിൽക്കും. അപ്പോൾ എന്താണ് തല തട്ടിയിട്ട് അതിൻ്റെ ബോധം പോവും. ഇപ്പം ആ റൂമിലേക്ക് നോക്കണം, ബോധം പോവും. അപ്പോഴത്തേക്കും നമ്മൾ എടുക്കണം. ഇപ്പം ഈ ബെഡിൽ നിന്ന് നേരെ ഈ എമർജൻസി ബട്ടണിൽ പോയി തല ഇടിക്കും. ഉണ്ടോ? ഈ എമർജൻസി ബട്ടൺ എന്തിനാണെന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി കളിച്ചുകൊണ്ട് എനിക്ക് ഓർമ്മയുണ്ട്. എമർജൻസി ബട്ടൺ ഈ ബേബി ഗോസ്റ്റ് ആകുമ്പോൾ നമ്മളതിൻ്റെ വായിൽ വെച്ച് കൊടുക്കേണ്ട സാധനമാണ്. ബേബിന് കൊച്ചിന് വേണ്ടിയിട്ട് ഇടണം. Take baby to bed. കണ്ടോ പറഞ്ഞെത്തിയതാ. സൗണ്ട് കൊട്ടിന് വരുമല്ലോ. പിന്നെ ഞാനത് പറഞ്ഞതാണ് കോമിറ്റോട്. ഒന്നില്ലെങ്കിൽ നാളെ ചെയ്യുന്നുണ്ടെങ്കിൽ നാളെ തരും. പക്ഷെ മൺഡേ ഇടുള്ളൂ. കാരണം സ്കൂളുള്ളതുകൊണ്ട് സ്കൂളിലൂടെ കിടക്കണം. ഫ്ലഷ് കൊടുക്കണം. അതും ആദ്യം കൊടുത്തല്ല, മറ്റേ ഈ രണ്ടാമത്തെ. നിങ്ങൾ വിചാരിക്കുക എനിക്കിപ്പോൾ ഇതൊക്കെ അങ്ങനെ അറിയാം. അതാണ് ഞാൻ ഗൈസ് പറഞ്ഞത്. ഞാൻ കളിച്ചിട്ടുണ്ടെന്ന്. എൻ്റെ തലയിൽ ഇവിടെ ഗൈസ് ഇതിന് ഈ കൊച്ചിന് ഇഷ്ടമില്ലാത്ത ഫ്ലഷ് എടുത്ത് കൊടുക്കാൻ നമ്മുടെ മമ്മയ്ക്ക് തരും. ഞാനെങ്കിൽ കാണിച്ചു തരാം. കാണിച്ചു തരാം. അത് ഓൾറെഡി ഈ സാധനത്തിന് റിട്ടേൺ വയ്ക്കും.
എന്തെങ്കിലും റീഡിങ് ചെയ്യാം. നമുക്ക് ഇവിടെ ഇരുന്ന് വായിച്ചു കൊടുക്കാം. അത് മതി. കൊച്ചു ഉറങ്ങിയുണ്ടാവും. ഓക്കെ, നമ്മൾ ക്ലോസ് ചെയ്തിട്ട് പുറത്ത് പോയി ടി വി കാണണം. ടി വി കാണുമ്പോഴത്തേക്കും ഒരു ബെല്ലടിക്കും. അത് മറ്റേ ബ്രെഡിൻ്റെ ആ ഒരു ടോസ്റ്റ് ചെയ്യുന്ന സാധനമില്ലേ, മറ്റേ ടോസ്റ്റ് ചെയ്യുന്ന സാധനമില്ല, കണ്ടോ ബെല്ല് വന്ന് അടിച്ചു, ഡോറിൽ ബെല്ലടിച്ചു. ഇപ്പോൾ ഒരു ടോസ്റ്റിങ് സാധനമായിരിക്കും, കണ്ടോ. അങ്ങനെ കുറേ ആൾക്കും കളിക്കുന്നുണ്ട്. ഇത് തന്നെ നിങ്ങൾക്കൊരു പ്രൂഫാണ്. ഓക്കെ, ഇതിന് നമ്മൾ ഒരു ഈ ടേബിളിൽ വയ്ക്കണം. ഈ ലോങ് ടേബിളിൽ വെച്ചല്ലോ, ഇത് തന്നെയാണ്. അതെ, ഫൈനലി സം പീസ് ടു വാച്ച് ഇനി നമ്മൾ ചെയ്യാം കേട്ടോ. ബേസിക്കലി കുറച്ച് റോസ്റ്റ് ആകുമ്പോൾ ഈ ടോയ് ബോക്സിൽ സാധനങ്ങളൊക്കെ പറക്കും. ആ കൊച്ച് വീണ്ടും കരയൂല. അടുത്ത രാത്രിയാവും. എന്നിട്ട് ആ രാത്രിയിൽ നമ്മൾ ചേഞ്ച് ചെയ്യാൻ ടേബിളിൽ പോകുമ്പോഴത്തേക്കും ആ കൊച്ചു ഗോസ്റ്റ് ആവും. അല്ല, ചേഞ്ച് ചെയ്യാൻ മുമ്പിലല്ല കേട്ടോ, മറ്റേ ഫുഡ് ഉണ്ടാക്കാൻ പറയുക അവർ ബ്രെഡ് ഉണ്ടാക്കി കൊടുക്കാൻ. ബ്രെഡ് ഉണ്ടാക്കി കൊടുക്കാണ്ട് ഈ ടോസ്റ്റിൽ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും പൊട്ടിത്തെറിക്കും. Bring on the party feel with the best of deals on Swiggy. Get 50% off plus free delivery on your first order. Use code WELCOME50. എനിക്ക് എപ്പോഴാണ് ഓർമ്മയില്ല. ഫുഡ് ഉണ്ടാക്കുമ്പോഴല്ല, അത് ചേഞ്ച് ചെയ്യാൻ പോകുമ്പോഴാണ്. Let's sit a good night, students. The child, I will show you now. മുകളിലോട്ട് പോവാം. ആ കൊച്ചാടെ ഉണ്ടാവില്ല, ഉണ്ടോ? Leave and close the door. Find something to eat. അപ്പോൾ ഗൈസ്, എനിക്ക് തോന്നുന്നു ഇപ്പോഴെങ്ങാണ്ടാണ് ആ കൊച്ച് ഗോസ്റ്റ് ആവണമെന്ന്. എന്ന് പറഞ്ഞാൽ ഞാൻ ഉണ്ടാക്കാൻ വൈകുമ്പോൾ അല്ല ഗൈസ്, ശരിക്കും ഞാനൊരു സ്ലൈസ് എടുത്ത് വയ്ക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് പൊട്ടിത്തെറിക്കും. അപ്പോൾ ഇവർ പറയണത് എന്തിനാണെന്നറിയാം? കാരണം എന്താ വെച്ചാൽ ഇതിൽ ഫില്ലിങ് വച്ചാലാണ് പൊട്ടിത്തെറിക്കുള്ളൂ, പിന്നെ അല്ലാണ്ട് അടയത്തുമില്ല. ഇപ്പോൾ ഫുഡ് വേണ്ടേ, വീഴുന്നാൽ പോരെ. നോക്കിക്കോട്ടെ ഗൈസ്, ഫില്ലിങ് വെക്കുമ്പോൾ അത് പൊട്ടിത്തെറിക്കും. എന്നിട്ട് ആ കൊച്ച് പ്രേതമാവും. ഒണിയൻ മാത്രം മതി. പൊട്ടിത്തെറിക്കും. അല്ല, പറഞ്ഞില്ലേ ഇതിൽ എഴുതിയേക്കണുണ്ട്, ഫീഡ് ദ ബേബി യു മോൺസ്റ്റർ.
തുറന്നു വരും. ഒരു റൂം പോലെ കണ്ടോ കണ്ടോ. എന്നിട്ട് ഇതിനകത്ത് പോകും. എന്നിട്ട് ഞാൻ ഓൾറെഡി ചെയ്തതുകൊണ്ട് എനിക്ക് ഓർമ്മയുണ്ട്. ഇനി ഞാൻ തിരിഞ്ഞ് പുറത്തിറങ്ങാൻ മുമ്പത്തേക്ക് അത് അടയും. കണ്ടോ, എനിക്ക് മറ്റേ എസ്കേപ്പിംഗ് ഡോർ എവിടെയാണെന്ന് ഓർമ്മയുണ്ട്. ഞാൻ കളിച്ചോണ്ട് ഇതെവിടെയാണ്. നമ്മുടെ റൂം ഇതാണ്. ഇനിയാണ് ഗൈസ് ഞാൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോയി മറ്റേ ആ സാധനം എടുക്കുമ്പോഴത്തേക്ക് ഇത് വേസ്റ്റായി. നിങ്ങളാരും പേടിക്കണ്ട, ഞാനും പേടിക്കില്ല. ധൈര്യം സംരക്ഷിച്ചെടുക്കാം. ഇത് വേസ്റ്റായി. ഞാൻ ഇടാൻ പോകുമ്പോഴത്തേക്കും കണ്ടോ. ലിഫ്റ്റിലും കണ്ട് കയറുന്ന പരിപാടി ഉണ്ടായിരുന്നു. എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല. നമ്മൾ സെറ്റിൽ ചെയ്യണം. എന്നിട്ട് ഇവർ പറയും ഫോളോ ദ റാബിറ്റ്. അങ്ങനെ സെറ്റിൽ ചെയ്യാൻ ദൈവമാണ് അറിയില്ലായിരുന്നു. നമ്മളിവിടെ ഇരുന്ന് കാഴ്ച കൊടുക്കുമ്പോഴത്തേക്ക് ഇവിടെ ഇങ്ങനെ ഉണ്ടായിട്ടൊരു സാധനം വരും. ഈ മാസത്തെ പ്ലസ് ഇതാണ്. ഇനി റീഡി ആയിരിക്കുമ്പോഴത്തേക്ക് ഇവിടെ ഒരു സാധനം വരും കേട്ടോ, രാജാവിൻ്റെ കസേര പോലെ. നമുക്ക് എന്തായാലും ഇന്ന് വായിച്ചു കൊടുക്കാം. ഇത് ഇപ്പോഴത്തേക്ക് വരും. ഇതൊന്നും പേടിയില്ല. Bring on the party feel with the best of deals on Swiggy. Get 50% off plus free delivery on your first. നടക്കൂലെന്ന് അവർക്കറിയാം. നമ്മൾ ആ വൈറ്റ് റാബിറ്റിനെ ഫോളോ ചെയ്യണം. ആ റാബിറ്റിനെ ഫോളോ
മറ്റേ കറണ്ട് പോകും. Bring on the party feel with the best of deals on Swiggy. Get 50% off plus free delivery on your first order. Use code WELCOME. Yes, cancel കൊടുക്കാം. Pigments madness. Quickly towards the exit the timer rabbit hole. എക്സിറ്റിലോട്ട് പോകാനാണ് പറഞ്ഞത്. ഇപ്പോഴാണ് ശരിക്കും കളി തുടങ്ങണത്. ഞാനൊരു പേടിയായിട്ട് തോന്നണേ. ഇതാണ് കേട്ടോ കൊച്ചിൻ്റെ മുറി. ഇപ്പം ഇവിടെ പോകുമ്പോൾ ഇത് ലോക്ക്ഡൗൺ. ഓക്കെ, ഈ കൊച്ചിൻ്റെ കയ്യിലാണ് ഈ സാധനം. ഇത് നമുക്ക് ഒരിക്കലും കിട്ടില്ല. അതുകൊണ്ടൊരു ട്രിക്ക് ഞാൻ കണ്ടിട്ട് ഇവിടെ ഈ സാധനം ഉണ്ടാവും. ഇതെടുത്ത് അവിടെ വയ്ക്കണം. പക്ഷെ ഇത് പ്ലേ ചെയ്താലും ഈ കൊച്ച് തരത്തില്ല. പക്ഷെ അല്ലാണ്ട് കിട്ടും. ആ കൊച്ചിൻ്റെ നല്ലാണ്ട് എവിടെയായിരുന്നു? ആ കിച്ചോള്. ഈ കൊച്ചിനെ പിടിക്കാൻ പറ്റിയ ഒരു കാര്യമില്ല. നിങ്ങളിത് ടിപ്പായിട്ട് ഈ വീഡിയോ കണ്ടോ. കാരണം എന്താ വെച്ചാൽ മറ്റേ വീഡിയോസൊക്കെ ഞാൻ ഇതുവരെ കളിച്ചിട്ടില്ലായിരുന്നു. ഇത് ഞാൻ നേരത്തെ കുറേ ദിവസം റെക്കോർഡ് ചെയ്തപ്പോൾ ഇത് ചീറ്റിപ്പോയോണ്ട് എനിക്കറിയാം. ഞാൻ കളിച്ചിട്ടുള്ള കാര്യം കേട്ടോ.
ഞാൻ കളിച്ചിട്ടുള്ള അവിടെ വരെ നിങ്ങൾ എൻ്റെ ടിപ്പ് യൂസ് ചെയ്തു. പക്ഷേ ഒരു കാര്യമൊന്നുമില്ല. ഇങ്ങനത്തെ ടിപ്പൊക്കെ കൊച്ചൊന്നും ഇടിക്കും. അവിടേക്ക് ഒരു ഡോറ് തുറക്കും. ഇതാണ് എൻ്റെ ടിപ്പ്. നിങ്ങൾ ആ കൊച്ചിനെ പിടിച്ച് സമയം കളയണ്ട ചുമ്മാ. എന്നിട്ട് നമ്മളിത് പിടിച്ച് ഞെക്കണം. അതായത് ക്രൗച്ച് ചെയ്യണം. എന്നിട്ട് ഇങ്ങനെ പോകണം. എന്നിട്ട് അവിടെ ഒരു മഞ്ഞ സാധനം ഉണ്ട്. ആ സാധനം എടുക്കണം. എന്നിട്ട് നമ്മൾ തിരിച്ചു പോകണം. തിരിച്ചായിട്ട് ഇതെടുത്തിട്ട് അവിടെ ഒരു സാധനമുണ്ട്. ആ സാധനത്തിൽ പോയി ഇടണം. ഗൈസ്, ഈ ഒരു ടിക്മാൻസ് മാഡ്നസ് മുതൽ നിങ്ങൾ എൻ്റെ ടിപ്പ് യൂസ് ചെയ്തോ. കാരണം എനിക്കറിയാം. പ്ലേ ചെയ്യണം. പ്ലേ ചെയ്യണം. ഇനി ഈ കീ ഇവിടെ ലിഫ്റ്റിനെ വിളിക്കാൻ പറയാണ്. പക്ഷെ ലിഫ്റ്റ് വർക്കില്ല. അങ്ങനെ കുറേ കാര്യങ്ങളും. എന്നിട്ട് നമ്മൾ ഏതോ ഒരു റൂമിൽ പോകണം. എന്നിട്ട് അവിടെ ഈ കൊച്ചിനെ ഒരു വെൻറ്റിൻ്റെ അകത്തിട്ടിട്ട് ബാറ്ററി ഇടണം. കാരണം എന്താ വെച്ചാൽ വെൻറ്റിൻ്റെ അകത്ത് ഇട്ടില്ലെങ്കിൽ ആ കൊച്ച് നമ്മുടെ കീ എടുത്തോണ്ട്. Bring on the party feel with the best of deals on Swiggy. Get 50% off plus free delivery on your first order. Use code WELCOME. പരസ്യമാണ്. ഓക്കെ, എവിടെയായിരുന്നു? ഇവിടെ എല്ലാ കൊച്ചിൻ്റെ മുറി ഇതുമല്ല. നമ്മളിവിടെയാണ് പോകണ്ടേ. അപ്പം അവിടെ ലോക്കാവും ഇല്ലേ? എന്നിട്ട് ഇവിടെ അല്ല കേട്ടോ, എന്നിട്ട് ഇവിടെ ഈ കൊച്ചുണ്ടാവും. നമ്മൾ ബാറ്ററി ഇടുമ്പോഴത്തേക്ക് ആ കൊച്ചൊന്ന് തട്ടിപ്പറിച്ച് കളയും. അപ്പം നമ്മൾ അവിടെ ഒരു സീക്രട്ട് വെൻ്റ് ഉണ്ട്. അവിടെ പോയി പാസ്വേഡ് അടിച്ചാൽ തുറന്ന് വന്ന് നമുക്ക് ആ കൊച്ചിനെ അതിൻ്റെ അകത്ത് ഇടാൻ പറ്റും. നിങ്ങൾ ഈ ടിക്മാൻസ് മാഡ്നസിൻ്റെ പകുതിയും എനിക്ക് എൻ്റെ ടിപ്പ് ഉപയോഗിക്കാം. കണ്ട, അത് കൊച്ചെടുത്തോണ്ട് പോയി. അത് അങ്ങോട്ട് കിട്ടില്ല. കൊച്ചിന് പക്ഷെ കിട്ടും. കൊച്ചിന് കിട്ടാനായിട്ട് ഇവർ ലോക്കിൻ്റെ നമ്പർ ഇവിടെ ക്ലൂ കൊടുത്തിട്ടുണ്ട്. അല്ല, ഇവിടെയല്ല, ഇവിടെ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്. പിന്നെ അതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചുമ്മാ ഗസ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾ കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. ഇവിടെ 4, ഇവിടെ 3, ഇവിടെ 1, ഇവിടെ 7. പിന്നെ ഗൈസ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് കൊണ്ടുവന്നു ഇത്തിരിയും കൂടെ അടുപ്പിച്ച് കൊണ്ടുപോയിട്ട് അതിൻ്റെ അകത്തോട്ട് ഇത് പൊക്കിയിട്ട് ഡ്രോപ്പ് ചെയ്യും. ഇതും കൂടെ അടയ്ക്കണം. എന്നിട്ട് ഏത് ഫിക്സാണ് പോയേ അത് അതൊന്നും ചിന്തിക്കുന്നില്ല. ഇതൊക്കെ ഇൻസേർട്ട് ചെയ്യണം. ലിഫ്റ്റിൽ ഇപ്പോൾ കുറേ
പക്ഷെ കാണാനില്ലാക്കി. ഇവിടെ ശരിക്കും കഴിഞ്ഞ വർഷത്തെ കളിച്ചിട്ട് കീ വരണമായിരുന്നു. പക്ഷെ ഇപ്പം ആ കീ കാണാനില്ല. അതെവിടെ പോയി? ഇവിടെ കീ വരണ്ട. എലിവേറ്റർ അവിടെ ഇതല്ലായിരുന്നോ? ഇത് മറ്റേ സ്ഥലമാണല്ലേ? അല്ല, എലിവേറ്റർ ഇവിടെ ഇടാനാണല്ലോ. എലിവേറ്റർ എവിടെയായിരുന്നു? ആ, സില്ലി മുതൽ എന്നെ നോക്കണ്ട. പെട്ടെന്ന് എടുക്കണം, അല്ലെങ്കിൽ ഇതേമാതിരി സംഭവിക്കും. ഞാൻ മിക്കവാറും നിർത്തുകയും ജസ്റ്റ് മിസ്. കുഴപ്പമില്ല, ജസ്റ്റ് മിസ്സായിരുന്നു. നമ്മുടെ ഈ വീഡിയോ ഇത്രയുള്ളൂ. ഇപ്പം തന്നെ 34 മിനിറ്റ് ആയതുകൊണ്ട് പാർട്ട് 2 ഇടുന്നതായിരിക്കും. ഇപ്പോൾ ഇതാ എക്സിറ്റ്, ഡോണ്ട് ലീവ് മീ അലോൺ, സ്റ്റേ ഹിയർ, സ്റ്റേ ഫോർ എവർ. നമ്മൾ മറ്റേ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. അടുത്ത പാർട്ട് 2 ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെങ്കിൽ കമൻറ്റിൽ ഒരു ഡൺ ഇട്ടേക്കുക. ബൈ ഗൈസ്.